ഇവിടെ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി നേരം ഞാൻ തിളപ്പിച്ചതിന് ശേഷം ചായ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആറ്റിയതിന് ശേഷം കുടിക്കാനായിട്ട് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ചീനച്ചട്ടിയിൽ ഞാൻ ഇച്ചിരി ഉരുളൻകിഴങ്ങിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചായിരുന്നു. അതിന് ശേഷം അതേ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഈ തീയത്ത് ഇങ്ങനെ കിടക്കട്ടെ. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ നന്നായി മുരിഞ്ഞ് കിട്ടും. പിന്നെ തോരൻ വെക്കുന്നത് ബീൻസ് തോരനാണ്. അതിനായിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ബീൻസിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കൈ കൊണ്ട് അരിഞ്ഞ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായി കൈ കൊണ്ട് ഞെവിടണം. അപ്പോൾ ബീൻസൊക്കെ നന്നായി ഉടഞ്ഞ് ആ അരപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിൽ കിട്ടും. എന്നിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ബീൻസ് ഇട്ട് കൊടുത്താൽ മതി. വെള്ളമൊന്നും അധികം ഒഴിക്കരുത്. ഞാൻ ആ പാത്രത്തിലെ ആ അരപ്പ് ഒന്ന് പോകാൻ വേണ്ടി മാത്രം കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറിയ തീയിൽ ഇങ്ങനെ ഒരു ഇച്ചിരി ഒന്ന് ആദ്യം സ്റ്റാർട്ടിങ് തീ കൂട്ടിയതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ തോരനും റെഡിയാവും. പിന്നെ കുക്കറിലൊരു അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. അവിയലിന് ആവശ്യമായ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പും ചേർത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കുടച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ച് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കണ്ട. നമ്മുടെ കഷ്ണങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങൾ അധികം വേവണ്ട എങ്കിൽ ഒരു വിസിൽ വന്നതിന് ശേഷം കുറച്ച് പ്രഷർ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് തുറന്ന് വിടണം. എന്നിട്ട് മൊത്തം പ്രഷർ തുറന്ന് വിട്ടാലും കുഴപ്പമില്ല. പിന്നെ കുക്കറിൽ ഇരുന്ന് കുറച്ചുകൂടെ വേവുമല്ലേ, അതനുസരിച്ച്. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ ഇച്ചിരി വെന്താണ് എടുക്കുന്നത്. കാരണം ഇവിടെ പിള്ളേർ ഈ കഷ്ണങ്ങൾ അങ്ങനെ കഴിക്കത്തില്ല. അതുപോലെ ഇച്ചിരി ചാറ് കൂടാക്കും. അപ്പോൾ ചാറാക്കുമ്പം ഈ കഷ്ണങ്ങൾക്ക് വെന്ത കഷ്ണങ്ങളിലേക്ക് ടേസ്റ്റൊക്കെ ചാറൊക്കെ ആ ചാറിൻ്റെ അകത്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഞാൻ പ്രഷർ തുറന്ന് വിട്ടില്ല. ഒരു വിസിൽ വന്നിട്ട് പ്രഷർ തുറന്ന് വിട്ടില്ല. തന്നെ ആ പ്രഷർ പോകുന്നിടം വരെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി വന്നെടുത്തിയാൽ എന്നിട്ട് ഇച്ചിരി ചാറാക്കി എടുക്കും. അപ്പോൾ എന്നിട്ട് ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറിവേപ്പില ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ കഷ്ണമായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പ്രഷർ തുറന്നു വിടുക. അപ്പോൾ ഇവിടെ കുക്കറിലെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ എല്ലാം റെഡിയായി. ഇന്നലത്തെ കുറച്ച് മോരോടിരിപ്പുണ്ട്. ബീൻസ് തോരനായി നമ്മുടെ കുക്കർ അവിയൽ. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.